ഹായ്, നമുക്കിന്ന് നെല്ലിക്ക കൊണ്ട് ജാം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നെല്ലിക്കയുടെ പോഷകഗുണങ്ങളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ മിക്ക കുട്ടികൾക്കും നെല്ലിക്ക കഴിക്കാൻ നല്ല മടിയാണ്. പക്ഷെ ജാം ഇഷ്ടമില്ലാത്ത കുട്ടികൾ കാണില്ലല്ലോ. അപ്പം നമ്മൾ നെല്ലിക്ക കൊണ്ട് ജാം തയ്യാറാക്കി കൊടുത്താൽ അവരെന്തായാലും കഴിക്കും. വെറും 2 ഇൻഗ്രീഡിയൻസ് മതി ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ഇതിന് വേണ്ട ചേരുവകൾ 15 നെല്ലിക്ക, 1 കപ്പ് പഞ്ചസാര, ഗ്രാമ്പു 2 എണ്ണം. അത് ഓപ്ഷണലാണ്. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 15 നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല വിളഞ്ഞ നെല്ലിക്കയാണ്. വിളഞ്ഞ നെല്ലിക്കയുടെ ഈ ഞെട്ടിൻ്റെ ഭാഗം താഴോട്ട് കുഴിഞ്ഞിരിക്കും. പിന്നെ ആ വെള്ള വരകൾ നന്നായിട്ട് തെളിഞ്ഞു ഇരിക്കും. വിളയാത്ത നെല്ലിക്കയാണെങ്കിൽ നമ്മൾ ജാം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല കയ്പ്പായിരിക്കും. അപ്പോൾ അതിന് ടേസ്റ്റും കാണില്ല. ഇനി ഇത് നമുക്ക് നല്ലവണ്ണം കഴുകിയിട്ട് ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. ഒരു 10-15 മിനിറ്റ് വേണ്ടി വരും ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുരു എടുത്ത് കളയാം. ഇപ്പോൾ കുരുവൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയിൽ നല്ലവണ്ണം അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ മാക്സിമം വെള്ളം കുറച്ചിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ജാം ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് അരച്ച നെല്ലിക്ക ഒരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പു ഓപ്ഷണലാണ്, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മീഡിയം തീയിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിഞ്ഞു വരണം. ജാം ഉണ്ടാക്കുമ്പോൾ ഉള്ള പ്രശ്നമാണ് ഈ പൊട്ടിത്തെറിക്കുന്നത്. നമ്മുടെ കയ്യിലും മുഖത്തും ഒക്കെ വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടപ്പ് മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലും മുഖത്തും ഒന്നും വീഴില്ല. ഇപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിയിലൊന്നും പിടിക്കില്ല. സാധാ പാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അടിയിൽ പിടിക്കാതെ നോക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. വെള്ളവും വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ പാനിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങി. ഈ ജാമിൻ്റെ പരുവം നോക്കുന്നത് കുറച്ച് ജാം കോരി ഇങ്ങനെ മുകളിലോട്ട് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ കട്ടയായിട്ട് താഴോട്ട് വീഴും. കട്ടിയായിട്ട് താഴോട്ട് വീഴും. ഇതാണ് അതിൻ്റെ പാകം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ കട്ടിയായിട്ട് വരും. ഇനി ഇത് തണുത്തതിന് ശേഷം കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ചൂടായിട്ടിരിക്കുമ്പോൾ കുറച്ച് കയ്പ്പ് ഫീൽ ചെയ്യും. തണുത്ത് കഴിയുമ്പോൾ ആ കയ്പ്പങ്ങ് മാറും. ഇപ്പോൾ കുഞ്ഞിന് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി മധുരം ഉണ്ടെങ്കിലേ കഴിക്കുള്ളൂ. അപ്പം ഞാൻ 1-2 ടേബിൾ സ്പൂൺ ഒരു പാത്രത്തിലോട്ടാക്കിയിട്ട് കുറച്ച് തേനും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക. അപ്പോൾ തേനും നെല്ലിക്കയും കൂടെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ല ഗുണങ്ങളാണ്. അപ്പോൾ നിങ്ങളും കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ കൊടുത്തു നോക്കുക. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.